നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹം മാത്രം ആയുധമാക്കി ലോകം മുഴുവൻ കീഴടക്കിയ ക്രിസ്തുവിന്റെ അനുയായികൾ എല്ലാ കാലത്തും സഹനത്തിന്റെ പ്രതീകങ്ങളായി വർത്തിച്ചവരാണ്. സഹനവുമല്ലാതെ വാളല്ലൻ സമുരായുധമെന്ന് ആവർത്തിച്ചു പറഞ്ഞ് നസ്രായനെ പോലെ കുരിശിലേറ്റപ്പെട്ടവർ നിരവധിയാണ്. പക്ഷേ അതുകൊണ്ട് ക്രൈസ്തവർ ഭൂമുഖത്ത് പെരുകിയതല്ലാതെ ഒരിക്കലും ഇല്ലാതായിട്ടില്ല. ആ ദുരിതപർവങ്ങളും പീഡന പരമ്പരകളും ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമായിരുന്നില്ല, ഇപ്പോഴും തുടരുകയാണ്. ആഗോളതലത്തിലും ക്രൈസ്തവർ നേരിടുന്ന പീഡനങ്ങൾ ദിനം പ്രതി പെരുകുന്നത് കണ്ട് ബ്രിട്ടനിലെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ജെറമി ഹണ്ടിന്റെ നിർദ്ദേശപ്രകാരം കുറച്ചു നാളുകൾക്ക് മുൻപ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രൈസ്തവർക്കെതിരെ നടക്കുന്നത് കേവലം പീഡനങ്ങളല്ല, മറിച്ച് 2 ദശകമായി മധ്യപൂർവ്വ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ക്രൈസ്തവർ എത്തി നിൽക്കുന്നത് വംശഹത്യയുടെ വക്കിലാണ് എന്നാണ്. ഒരു കാലത്ത് പുകൾപ്പെട്ട പൗരസ്ത്യ ക്രൈസ്തവ സഭകളുടെ ഈറ്റില്ലമായിരുന്ന ഇറാഖിലും സിറിയയിലും തുർക്കിയിലും അർമേനിയയിലും ഒക്കെ ഇന്ന് അവശേഷിച്ചിരിക്കുന്ന ക്രൈസ്തവ വിശ്വാസികൾ കൂടി ഇസ്ലാമിക ഭീകരതയുടെ ഇരകളായി മാറിയിരിക്കുകയാണ്. മധ്യപൂർവേഷ്യയിലും ഉത്തര ആഫ്രിക്കൻ രാജ്യങ്ങളിലും നടന്ന ക്രൈസ്തവ വംശഹത്യയുടെ കണക്കുകൾ തീർച്ചയായും നമ്മെ നടുക്കിക്കളയാൻ പോകുന്നവയാണ്. ഈ രാജ്യങ്ങളിൽ ഒരു നൂറ്റാണ്ട് മുൻപ് 20% ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ഇന്ന് 4%-ത്തിലേക്കാണ് കുറഞ്ഞിരിക്കുന്നത്. അഭയാർത്ഥികളായി പോകേണ്ടി വന്നവരുടെയും കൊല്ലപ്പെട്ടവരുടെയും കിഡ്നാപ്പ് ചെയ്യപ്പെട്ടവരുടെയും അടിമകളായി വിൽക്കപ്പെട്ടവരുടെയും തടവിൽ അടയ്ക്കപ്പെട്ടവരുടെയും മാനഭംഗപ്പെട്ടവരുടെയും ഒക്കെ കണക്കുകൾ ഇതിന്റെ അപ്പുറത്ത് വേറെയാണ്. ഈ യാഥാർത്ഥ്യങ്ങൾക്കൊക്കെ ആക്കം കൂട്ടിക്കൊണ്ടാണ് ബോക്കോ ഹറാം, ഫുലാനി, IS ഇസ്ലാമിക തീവ്രവാദികളാൽ നൈജീരിയയിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നത്. പരമ്പരാഗത ഗോത്രവർഗക്കാരും ക്രൈസ്തവരും മാത്രം ഉണ്ടായിരുന്ന നൈജീരിയയെ ബലാത്കാരമായി ഹൈജാക്ക് ചെയ്ത ഇസ്ലാമിക തീവ്രവാദികൾ കാരണം ഒന്നുമില്ലാതെ ക്രൈസ്തവ രക്തം ചിന്തിക്കൊണ്ട് ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴിതാ ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിലും ഇസ്ലാമിക തീവ്രവാദികളാൽ ക്രൈസ്തവർ ക്രൂരമായി ആക്രമിക്കപ്പെടുന്നത് തുടർക്കഥയായിരിക്കുകയാണ്. 90%-ലേറെ ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന ഭൂരിപക്ഷ ക്രൈസ്തവ രാഷ്ട്രമാണ് കോങ്കോ. എന്നാൽ ഇപ്പോൾ നൈജീരിയയിലെ ക്രൈസ്തവരെ ആക്രമിച്ചും കൊന്നൊടുക്കിയും തല്ലിയോടിച്ചും ബലാത്കാരമായി ഇസ്ലാമിലേക്ക് മതം മാറ്റിയും തീവ്രവാദികൾ അഴിച്ചുവിട്ട അതേ ആക്രമണ ശൈലികൾ കോങ്കോയിലും അരങ്ങേറുകയാണ്. ആഗോള വ്യാപകമായി നിരപരാധികളെ കൊന്നൊടുക്കുന്ന മരണക്കച്ചവടക്കാരായ ഇസ്ലാമിക് സ്റ്റേറ്റ് അനുകൂല തീവ്രവാദികൾ 15 ദിവസങ്ങളിലധികമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കനത്ത ഭീകരാക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുന്നത് 120-ലധികം ക്രൈസ്തവരാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾക്കൊപ്പം മറ്റ് ഇതര ഇസ്ലാമിക ഭീകര സംഘടനകളും കോങ്കോയിലെ ക്രൈസ്തവ ഉന്മൂലനം ലാക്കാക്കി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. DRCയുടെ കിഴക്കൻ പ്രവിശ്യകളിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഉഗാണ്ടക്കാരായ തീവ്രവാദി മുസ്ലിമുകളുടെ ഭീകര സംഘടനയും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സെൻട്രൽ ആഫ്രിക്കൻ ശാഖയെന്ന് അവകാശപ്പെടുന്ന അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സ് ആണ് വടക്കൻ കോങ്കോയിലെ കിവു പ്രവിശ്യയിലെ ബെനി പ്രദേശത്തെ ഗ്രാമങ്ങളിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോങ്കോയിലെ റൂറൽ പ്രവിശ്യകളിൽ 100-ലധികം അപകടകാരികളായ തീവ്രവാദ സംഘടനകൾ തമ്പടിച്ചിരിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സമാധാനകാംക്ഷികളായ ക്രിസ്ത്യാനികളുടെ ഉന്മൂലനം ലക്ഷ്യമിട്ടാണ് ഇവിടെ കൂടുതൽ ആക്രമണങ്ങളും നടക്കുന്നത്. പള്ളികൾ ആക്രമിച്ചും വിശ്വാസികളെ തട്ടിക്കൊണ്ടുപോയും കഠിനമായ ലൈംഗിക അതിക്രമങ്ങൾ നടത്തിയും തീവ്രവാദികൾ ക്രൈസ്തവരെ നിഷ്കരുണം തകർത്ത് കളയുകയും അതിനെതിരെ പ്രതികരിക്കുന്ന സഭാ നേതാക്കന്മാരെ ഫോക്കസ് ചെയ്ത് ആക്രമിക്കുകയും ചെയ്യുകയാണ് ഇവിടങ്ങളിൽ.
കോങ്കോയിലെ ക്രൈസ്തവ സമൂഹം അനുഭവിക്കുന്ന സമാനതകളില്ലാത്ത ഈ പ്രതിസന്ധിയെ അപലപിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സർക്കാരും രാജ്യാന്തര സമൂഹവും അടിയന്തരമായി ഇടപെടണമെന്നും അക്രമം അവസാനിപ്പിക്കണമെന്നും സാധാരണക്കാരുടെ ജീവൻ സംരക്ഷിക്കാനും സാധ്യമായതെല്ലാം ചെയ്യാൻ ദേശീയ അധികാരികളും അന്താരാഷ്ട്ര സമൂഹവും ഇടപെടണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഭീകരവാദികൾ ബലാത്കാരമായി ഇസ്ലാം മതം അടിച്ചേൽപ്പിച്ചപ്പോൾ അത് അംഗീകരിക്കാൻ വിസമ്മതിച്ചു എന്ന ഒറ്റ കാരണം പറഞ്ഞ് 14 കത്തോലിക്ക ക്രൈസ്തവരെയാണ് ദി അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സ് ഭീകരന്മാർ ചില ദിവസങ്ങൾക്ക് മുൻപ് കൊന്നുകളഞ്ഞത്. അതിനു മുൻപ് ഭീകരന്മാർ വടിവാളുകളും റൈഫിളുകളും കൊണ്ട് 11ഓളം ക്രൈസ്തവരെ ക്രൂരമായി കൊല്ലുകയും ചിലരെ തട്ടിക്കൊണ്ടുപോവുകയും അവരുടെ വീടുകൾ ചുട്ടുചാമ്പലാക്കുകയും ചെയ്തിരുന്നു. ഈ മാസം 7-ാം തീയതി മാത്രം ഇവിടെ കൊല്ലപ്പെട്ടത് 50-ലധികം ക്രിസ്ത്യാനികളാണ് എന്ന് അറിയുമ്പോഴാണ് ഈ നരനായാട്ടിന്റെ ആഴം എന്താണെന്ന് വ്യക്തമാകുന്നത്. മുൻപ് ഉഗാണ്ട കോങ്കോ അതിർത്തിയിലെ സ്കൂളിൽ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 41 പേരായിരുന്നു. ആഫ്രിക്കയിൽ ദിവസേന ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവരുടെ ജീവിതത്തിന്റെ നേർക്കാഴ്ചകളാണ് ഇതെല്ലാം. നൈജറിലെ തില്ലബേരി പ്രവിശ്യയിൽ ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന 7 ഗ്രാമങ്ങളിൽ അങ്ങേയറ്റം ഭീകരമായ ആക്രമണങ്ങളും പീഡനങ്ങളുമാണ് ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യുകയോ അല്ലെങ്കിൽ 50,000 നൈജർ ഫ്രാങ്ക് നികുതി തരികയോ ചെയ്യണമെന്ന് ശടിച്ചുകൊണ്ട് തീവ്രവാദികൾ അഴിച്ചുവിട്ടത്. മൊസാംബിക്കിലെയും ക്രൈസ്തവ സമൂഹം കടുത്ത പീഡനങ്ങളും ആക്രമണങ്ങളുമാണ് ഇസ്ലാമിക തീവ്രവാദികളിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഇത്തരം ക്രൈസ്തവ വേട്ടകൾ തുടർക്കഥയായിരിക്കുകയാണ്. ഇത് ആഫ്രിക്കയുടെ മാത്രം കാര്യമല്ല. ഈ ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്ന ദൈവവിശ്വാസികളിൽ 60% ക്രിസ്ത്യാനികളാണെന്ന കാര്യം നമ്മുടെയെല്ലാം കണ്ണ് തുറപ്പിക്കപ്പെടേണ്ട വസ്തുതയാണ്. ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പീഡനങ്ങൾ ഈ ലോകത്തിൽ കൂടി വരുമ്പോൾ ഒരുപക്ഷെ അത് നാളെ നമ്മയും ബാധിക്കും. നാം അത്തരം സാഹചര്യങ്ങളെ കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും അതിനെ നേരിടാൻ തയ്യാറായിരിക്കുകയും വേണം. തലമുറകൾ പകർന്നു കിട്ടിയ യഥാർത്ഥ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് കടമയുണ്ടെന്ന കാര്യം നമുക്കെല്ലാവർക്കും മറക്കാതിരിക്കാം. ലോകരാഷ്ട്രീയത്തിലെ പക്ഷങ്ങൾ ഇടതെന്നും വലതെന്നും 2 ചേരിയിൽ നിലവിൽ വന്നത് ഫ്രഞ്ച് വിപ്ലവകാലത്ത് രാഷ്ട്രീയക്കാരുടെ ഇരിപ്പിട ക്രമീകരണത്തിലൂടെയാണ്. ഫ്രഞ്ച് ദേശീയ അസംബ്ലിയിൽ ഭരണഘടനയുടെ കരട് രൂപം നിർമ്മിക്കാൻ 1789 വേനൽക്കാലത്ത് യോഗം ചേർന്നപ്പോൾ രാജവാഴ്ചയെ പിന്തുണയ്ക്കുന്നവരും ലൂയി 14 രാജാവും പ്രിസൈഡിംഗ് ഓഫീസറുടെ വലതുവശത്തും രാജവാഴ്ച ഇല്ലാതാക്കി ഏക ഭരണക്രമം രൂപീകരിക്കാൻ ആഗ്രഹിച്ച ലിബറലുകളും രാജവിരുദ്ധരും ഇടതുവശത്തും ഇരുന്നു. അതിനുശേഷം തീവ്രമായ ദേശീയത നിലപാടുള്ളവർ വലതുപക്ഷക്കാരെന്നും കൂടുതൽ ലിബറലായും ദേശീയതയോട് പൊരുത്തപ്പെടാത്തതുമായ നിലപാടുള്ളവർ ഇടതുപക്ഷവുമായി അസംബ്ലിയിൽ രേഖപ്പെടുത്തിയതോടെയാണ് ലോകരാഷ്ട്രീയത്തിൽ ഇടത് വലത് ചേരികൾ രൂപപ്പെട്ടത്. ഈ കാലം കഴിഞ്ഞപ്പോൾ അധികാരം നിലനിർത്താൻ നിലപാടുകളിൽ വെള്ളം ചേർത്ത ഇടതുപക്ഷം അതിരുകടന്ന ഇസ്ലാമിക വോട്ട് ബാങ്ക് പ്രീണനം നടത്തി മുന്നേറുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടതു മാധ്യമങ്ങളും ഇതേ നയം പിന്തുടർന്ന് പണത്തിനും പരസ്യത്തിനുമായി പ്രൊപ്പഗാണ്ടകൾക്ക് കീഴടങ്ങിപ്പോകുന്ന കാഴ്ചകളാണ് കണ്ടുവരുന്നത്. യൂറോപ്പിലേക്ക് പലായനം ചെയ്തെത്തുന്ന ഇസ്ലാമിക അഭയാർത്ഥികൾക്ക് താവളമൊരുക്കിയത് ഇതേ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നിലപാടുകളായിരുന്നു. എന്നാൽ കാലം മാറി അഭയാർത്ഥികൾ പൗരന്മാരാവുകയും യൂറോപ്പിലെ ക്രൈസ്തവ രാഷ്ട്രങ്ങളിൽ ഖിലാഫത്ത് നടപ്പിലാക്കാൻ വേണ്ടി കലാപങ്ങളും പൊട്ടിത്തെറികളും നടത്തുകയും ചെയ്യുന്നത് പതിവായതോടെ സമാധാനവും സ്വൈര്യവും നഷ്ടപ്പെട്ട യൂറോപ്യൻ ക്രൈസ്തവ രാഷ്ട്രങ്ങൾ അതിന്റെ മൂലകാരണങ്ങൾ തിരിച്ചറിഞ്ഞ് ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ദേശീയവും മതപരവുമായ ശക്തമായ നിലപാടുള്ള ജോർജിയ മെലോണി എന്ന ക്രൈസ്തവ വനിത ഇറ്റലിയുടെ തലപ്പത്ത് വന്നതോടെയാണ് യൂറോപ്പിൽ ആകമാനം ഒരു വലതുപക്ഷ രാഷ്ട്രീയ നിലപാട് ശക്തിപ്പെടാൻ തുടങ്ങിയത്. ഉറച്ച നിലപാടുകളിൽ ഊന്നിയുള്ള തന്റെ ശക്തമായ പ്രഭാഷണങ്ങളിലൂടെ അത്ര ശക്തമായ സ്വാധീനമായിരുന്നു മെലോണി യൂറോപ്പിൽ ആകമാനം ഉണ്ടാക്കിയത്. Sono Giorgia, sono una donna, sono una madre, sono italiana, sono cristiana, non me lo toglierete, non me lo toglierete. യൂറോപ്പിന്റെ സ്വാഭാവികമായ സുസ്ഥിരതയ്ക്കും നൈസർഗികതയ്ക്കും പാരമ്പര്യത്തിനും കളങ്കമുണ്ടാക്കിയത് അഭയാർത്ഥികളായി എത്തിയവരാണെന്നും അവരെ ഇനി പ്രോത്സാഹിപ്പിക്കില്ലെന്നും മെലോണി തുറന്നടിച്ചപ്പോൾ പലർക്കും അത് ദഹിച്ചില്ല. എന്നാൽ അന്ന് അത് ദഹിക്കാത്തവർക്കെല്ലാം ഇപ്പോൾ കാര്യം കണ്ടും കൊണ്ടും ബോധ്യമായിരിക്കുകയാണ്.
മെലോണിയെ പോലെ തന്നെ ദേശീയതയ്ക്ക് വേണ്ടി അങ്ങേയറ്റം തീവ്രമായി വാദിക്കുന്ന ഗീട്ട് വൈൽഡേഴ്സിനെ ഡച്ച് ജനത തങ്ങളുടെ നേതാവാക്കിയതും ഇത്തരം കാര്യങ്ങൾക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ്. പരിണിത ഫലങ്ങൾ അനുഭവത്തിൽ നിന്ന് പഠിച്ച ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും എല്ലാം വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശക്തമായ തലങ്ങളിലേക്ക് യൂറോപ്പിനെ ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. ഇസ്ലാമിക അഭയാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കില്ലെന്നും വേണ്ടി വന്നാൽ ചിലരുടെ പൗരത്വം പോലും റദ്ദാക്കി അവരെ വന്ന വഴിക്ക് പറഞ്ഞുവിടുമെന്നും പ്രസ്താവന പുറപ്പെടുവിക്കുന്ന നിലയിൽ യൂറോപ്പിൽ വലതുപക്ഷ രാഷ്ട്രീയം തീവ്രമായിരിക്കുകയാണ്. കുടിയേറ്റക്കാരെ നാട് കടത്തണമെന്ന ശക്തമായ നിലപാടുകളുള്ള ജോർദാൻ ബാർഡല്ല എന്ന യുവ നേതാവാണ് ഫ്രാൻസിൽ അടുത്ത പ്രസിഡന്റ് ആകാൻ ഏറ്റവും സാധ്യതയുള്ളത്. ശക്തമായ ദേശീയതാ നിലപാടുകളുള്ള ഇന്ത്യ വലതുപക്ഷ രാഷ്ട്രീയമാണ് മുറുകെ പിടിച്ച് മുന്നേറുന്നത്. ഇവിടുത്തെ ഇടതുപക്ഷത്തിൽ ചിലർ വോട്ടിനു വേണ്ടി ഇസ്ലാമിക പ്രീണനം ശക്തമാക്കിയപ്പോൾ ദേശീയതയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് BJP നടത്തുന്ന വലതുപക്ഷ രാഷ്ട്രീയ നിലപാടുകൾ ഇവിടെയും ശക്തിപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് കേരളം അടക്കമുള്ള BJP ദുർബലമായ ഇടങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ഉണ്ടാക്കിയെടുത്ത സ്വാധീനം. ഇപ്പോഴിതാ ഇടതുപക്ഷത്ത് ഉറച്ചു നിന്ന SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശൻ ഇടത് ഇസ്ലാമിക നിലപാടിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. CPM-ന്റെ അതിര് കടന്ന ഇസ്ലാമിക പ്രീണനം കണ്ട് മനസ്സുമെടുത്ത കേരളത്തിലെ ജനങ്ങൾ തൃശൂരിൽ ക്രിസ്തീയ സമൂഹം കൈക്കൊണ്ട നിലപാടുകൾ പോലെ BJP-യിലേക്ക് പോകുമെന്ന് ഊന്നി പറഞ്ഞിരിക്കുകയാണ്. ആസൂത്രിതമായി തങ്ങൾ കബളിപ്പിക്കപ്പെടുകയായിരുന്നുവെന്ന് ഇപ്പോഴാണ് LDF-ലെയും UDF-ലെയുമുള്ള പലർക്കും ബോധ്യമായത്. കഴിഞ്ഞ ദിവസം തലശ്ശേരി എരഞ്ഞോളിയിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് കിട്ടിയ സ്റ്റീൽ ബോംബ് സ്റ്റീൽ പാത്രമാണെന്ന് കരുതി തുറക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച് വയോധികൻ മരിച്ചതോടെ കേരളത്തിൽ വീണ്ടും കൊലപാതക രാഷ്ട്രീയവും ബോംബ് രാഷ്ട്രീയവും ചർച്ചയായിരിക്കുകയാണ്. സംഭവത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി ഇരിക്കൂർ MLA സണ്ണി ജോസഫ് നിയമസഭയിൽ നടത്തിയ പ്രസംഗം കണ്ണൂരിലെ സ്ഫോടന പരമ്പരകളുടെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യത്തിലേക്കും അതിന് CPM-ന്റെ ഒത്താശയിലേക്കും വെളിച്ചം വീശുകയായിരുന്നു. കണ്ണൂർ ജില്ലയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുവെന്ന് മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന ആമുഖത്തോടെയാണ് സണ്ണി ജോസഫ് തുടങ്ങിയത്. തലശ്ശേരിയിലെ സംഭവം ഒറ്റപ്പെട്ടതല്ല, അവിടെ പറമ്പിൽ ബോംബ് കൊണ്ടുവച്ചതാണ്. അതിനുശേഷം പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ അതവിടെ കൊണ്ടുവച്ച ആളുകൾ പറമ്പ് വളഞ്ഞ് കൂടുതൽ ബോംബുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ നിന്ന് മാറ്റി തെളിവുകളെല്ലാം നശിപ്പിച്ച ശേഷമാണ് പോലീസ് അവിടെ എത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു. കണ്ണൂരിലെ സ്ഫോടന പരമ്പരകൾ എണ്ണിപ്പറഞ്ഞ് സണ്ണി ജോസഫ് CPM-ന് തെരഞ്ഞെടുപ്പ് ചിഹ്നം നഷ്ടപ്പെട്ടാൽ ബോംബ് ചിഹ്നമാക്കാമെന്നും ആക്ഷേപിച്ചത് കൗതുകകരമായി മാറി. എരഞ്ഞോളിയിൽ പൊട്ടിത്തെറി നടന്ന സ്ഥലത്ത് ഷാഫി പറമ്പിൽ MP സന്ദർശനം നടത്തിയപ്പോൾ CPM-ന്റെ ബോംബ് രാഷ്ട്രീയത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് സീന എന്ന തദ്ദേശവാസി രംഗത്ത് വന്നത് ഇപ്പോൾ CPM-ന് ശക്തമായ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് നമുക്ക് ജീവിക്കണം, അത്രയും നമ്മൾ പറയുന്നുള്ളൂ. നമുക്ക് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല. അപ്പൊ നമുക്ക് നിങ്ങൾ ദയവ് ചെയ്ത് എന്തെങ്കിലും ചെയ്തിരാം. ഇവിടെ എല്ലാവർക്കും അറിയാം സത്യമായ കാര്യമാണ്. പക്ഷെ എല്ലാവരും ഭയന്നിട്ട് പേടിച്ച് നിൽക്കും. ഈ വീട് ഞങ്ങൾ വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു 10-15 വർഷം മുമ്പ്. അപ്പോൾ ഈ വാടക കൊടുത്തിട്ട് വാടകക്കാരൊക്കെ പേടിച്ചിട്ട് പോയിട്ട് അവർ വന്നാണ് ഇതിൻ്റെ മുമ്പിൽ ബോംബുണ്ട്, നമുക്ക് പേടിയാവുന്നു. ആ ബോംബ് അവർ കൊണ്ടുവച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പേടിയാവുന്നതിന് വാടകക്കാർ വാടക ഒഴിഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾ ഈ വീട് വിറ്റാക്കും. ഈ വീടിൻ്റെ പറമ്പത്ത് നിന്ന് 3 ബോംബ് ഇവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഇതിന്റെ അടുത്തായിരുന്നു ഹബ്ബ് ഉണ്ടായിരുന്നത്. ആളൊഴിഞ്ഞ വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ. അപ്പൊ ഇവരിപ്പോ പറഞ്ഞത് കാരണം ഇപ്പൊ ഞങ്ങളുടെ വീടിന് ബോംബ് ഇതാരും പേടിക്കണേ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബെറിഞ്ഞു നശിപ്പിക്കും. പിന്നെ ഞങ്ങളിവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. ശരി, ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ശരി, ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല, ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ്. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കും. അപ്പം ഞങ്ങൾക്ക് സാധാരണക്കാരാണ്, ഞങ്ങൾക്ക് ജീവിക്കണം. ഈ മരിച്ചതും സാധാരണക്കാരനാണ്. അപ്പം ഞങ്ങളെപ്പോഴും സാധാരണക്കാരുടെ ഒരവകാശമാണ് ഞങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ. ഞങ്ങളെ കുട്ടികൾ കളിക്കുമ്പോൾ ബോംബ് വീണിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളെല്ലാവരും മനുഷ്യരല്ലേ. ഈ സഹോദരിയുടെ ഈ അപാരമായ ചങ്കൂറ്റത്തിന് ഒരു സല്യൂട്ട് തന്നെ നൽകണം. ഭയമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരണമെന്നും ആളൊഴിഞ്ഞ വീടുകളെല്ലാം ഇപ്പോൾ CPM-ന്റെ ബോംബ് നിർമ്മാണ ഹബ്ബുകളാണെന്നും ഈ സഹോദരി തുറന്നു പറഞ്ഞപ്പോൾ കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചുപോയി. ഏതായാലും ആ സഹോദരിക്കെതിരെ ഇപ്പോൾ ശക്തമായ വധഭീഷണികളുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം ലോക അഭയാർത്ഥി ദിനമായിരുന്നു.
അന്ന് അവസരം മുതലാക്കാൻ സ്റ്റോറി ഉണ്ടാക്കാൻ ഇറങ്ങിയ പാർട്ടി ചാനലിനും മറ്റു ചിലർക്കും പലസ്തീൻ മാത്രമാണ് വിഷയമായി കിട്ടിയത്. വിഷയ ദാരിദ്ര്യം കൊണ്ടല്ല, മറിച്ച് അവരുടെ തിമിരം ബാധിച്ച കണ്ണുകൾ അത് മാത്രമേ കാണുന്നുള്ളൂ. നിഷ്പക്ഷമായ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കേണ്ട മാധ്യമധർമ്മത്തിന്റെ ഒരു ചെറിയ അംശമെങ്കിലും അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ നൈജീരിയ, നൈജർ, അർമേനിയ, നഗോർണോ കരാബാക്ക്, കോങ്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദികളാൽ കൊടിയ പീഡനം ഏറ്റുവാങ്ങി പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്യുന്ന ക്രൈസ്തവരെ കുറിച്ച് ഒരു വാർത്തയെങ്കിലും ഇവർ പറയുമായിരുന്നു. ഇസ്ലാമിക രാജ്യങ്ങളിൽ ആഭ്യന്തര കലാപം മനഃപൂർവ്വം ഉണ്ടാക്കി അഭയാർത്ഥികളെ ഉൽപ്പാദിപ്പിച്ച് യൂറോപ്പ്, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ മുതലായ രാജ്യങ്ങളിലേക്ക് കുടിയേറാനുള്ള തന്ത്രവും ഒരു ഗൂഢ അജണ്ട തന്നെയും ആയിരിക്കാം. ഏതായാലും പലർക്കും സത്യം ബോധ്യമായിരിക്കുന്നു എന്നതാണ് ഏക ആശ്വാസം. ന്യൂസ് കാൻ ഇനി അടുത്തയാഴ്ച.